Hello, dear parents and my dear little ones who are waiting to experience a school setting in the next academic year. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അടുത്ത വർഷം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സ്കൂൾ സെറ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ അവരുടെ വീടുകളിൽ അവർ പരിശീലിച്ച ഒരുപാട് കാര്യങ്ങളിൽ ഒരു വലിയ ഷിഫ്റ്റ്, ഒരു വലിയ മാറ്റം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്, സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളെ പേരൻസ് കൊണ്ടുവന്ന് സ്കൂളിൽ വിടും. അന്ന് മുതൽ കുട്ടികളുടെ ജീവിതത്തിലെല്ലാം പുതിയതാണ്. അവരുടെ ശീലങ്ങൾ പുതിയതാവും, അവരുടെ സമയക്രമീകരണങ്ങൾ മാറും. അതൊക്കെ കുട്ടികളിൽ വലിയ പ്രയാസം സൃഷ്ടിക്കാറുണ്ട്. കുട്ടികളിൽ പ്രയാസം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ മാതാപിതാക്കളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ അവരെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം സ്കൂൾ തുറക്കുന്ന സമയത്ത്, അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പേരൻസിനും കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതും സ്കൂളുമായി ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ഇറ്റ്സ് ഗോണ ബി മച്ച് ഈസിയർ. ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവരേത് സമയത്താണോ രാവിലെ ഉറക്കം എണീക്കേണ്ടത് ആ സമയത്ത് തന്നെ കുട്ടികളെ ഇപ്പോൾ തന്നെ എണീപ്പിച്ച് ശീലിപ്പിക്കുക എന്ന് പറയുന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കുട്ടികൾ ഒരു പക്ഷേ രാവിലെ 8:30 മണി വരെ 9 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്നവരായിരിക്കാം. കാരണം അവർ എണീറ്റിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിൽ കൃത്യസമയത്തിന് എത്തണമെങ്കിൽ അവരൊരു 7:30 മണിക്കോ 7 മണിക്കോ, ചില കുട്ടികൾ ഒരു 6:30 മണിക്കൊക്കെ എണീക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഇപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ എണീപ്പിച്ച് പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അവർ ശീലിച്ചു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറില്ല. അവരെ രാവിലെ എണീപ്പിക്കുന്നത് നിങ്ങൾക്കും വലിയൊരു ബുദ്ധിമുട്ടാവില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, രാവിലെ അവർ എണീറ്റതിന് ശേഷം അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ, അതായത് അവരെ പല്ല് തേപ്പിക്കുക, അവർ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്, കുളിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ക്രമീകരിക്കുക. രാവിലെ കുട്ടികളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എത്ര സമയത്താണോ, ഏത് സമയത്താണോ എണീക്കേണ്ടത് ആ സമയത്ത് എണീപ്പിക്കുകയും അതിനുശേഷം അവരെ പല്ല് തേപ്പിക്കുകയും ടോയ്ലറ്റ് ഉപയോഗിക്കാൻ എൻകറേജ് ചെയ്യുകയും അവരെ കുളിപ്പിക്കുകയും അതിനുശേഷം രാത്രി അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സ് മാറ്റി പുതിയൊരു ഡ്രസ്സ് അവരെ ധരിപ്പിക്കുകയും ചെയ്യാം. അത് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ യൂണിഫോം ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിലേക്ക് നമ്മളവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് രാവിലെ അവരുടെ ഭക്ഷണം, അത് അവരെ കൊണ്ട് സ്വന്തം കഴിക്കാൻ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം ഫീഡ് ചെയ്യുന്നവരായിരിക്കും, വാരി കൊടുക്കുന്നവരായിരിക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം അവർ സ്വയം കഴിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ അവരെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഓരോ ദിവസവും കുട്ടികളെ 5 മുതൽ 10 മിനിറ്റ് വരെ അവരെ ക്വയറ്റായിട്ട് എവിടെയെങ്കിലും ഇരുത്തി അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയോ അവർക്ക് പാട്ട് പാടി കൊടുക്കുകയോ ഒക്കെ ആവാം. അവർ 5 മുതൽ 10 മിനിറ്റ് വരെ സംസാരിക്കാതെ അറ്റൻറ്റീവായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണത്. അത് പതുക്കെ അതും അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഓടി നടക്കുന്ന കുട്ടികളാണ്, റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ്. സ്കൂളിൽ വരുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കേണ്ടതായിട്ട് വരും, അറ്റ്ലീസ്റ്റ് ഫോർ 15 to 20 മിനിറ്റ്സ്. അപ്പോൾ അതൊക്കെ അവരെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിൽ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തുകൊണ്ട് അടുത്ത വർഷത്തേക്ക് കുട്ടികളെ ഒരു സ്കൂൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കാം. മറക്കാതിരിക്കുക. താങ്ക് യു.